ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും പ്രവചനാതീതമാവുകയാണ്. 29 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ലിവർപൂൾ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ആഴ്സണൽ രണ്ടാം സ്ഥാനത്തേക്കും നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാം സ്ഥാനത്തേക്കും എത്തി. ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ലിവർപൂൾ ഒന്നാം സ്ഥാനം കൈയടക്കിയത്. ബ്രൈറ്റനെതിരായ മത്സരം 1-2 ഗോളുകൾക്ക് ലിവർപൂൾ വിജയിച്ചിരുന്നു. ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ 29 മത്സരങ്ങളിൽ നിന്ന് 67 പോയിന്റാണ് നേടിയിട്ടുള്ളത്. 20 മത്സരങ്ങൾ വിജയിച്ച ലിവർപൂൾ 7 മത്സരങ്ങളിൽ സമനില നേടിയപ്പോൾ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണലിന് 29 മത്സരങ്ങളിൽ നിന്ന് 65 പോയിന്റാണുള്ളത്. ലിവർപൂളിനേക്കാൾ 2 പോയിന്റ് കുറവ്. ഗണ്ണേഴ്സ് 20 വിജയങ്ങൾ നേടിയപ്പോൾ 5 സമനിലയും 4 തോൽവികളും വഴങ്ങിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ള സിറ്റിക്ക് 29 മത്സരങ്ങളിൽ നിന്ന് 64 പോയിന്റ് ഉണ്ട്. ലിവർപൂളിൽ നിന്ന് 3 പോയിന്റും ആഴ്സണലിൽ നിന്ന് 1 പോയിന്റുമാണ് അവരുടെ വ്യത്യാസം. നാലാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ല 30 മത്സരങ്ങളിൽ നിന്ന് 59 പോയിന്റ് നേടിയിട്ടുണ്ട്. ആദ്യ 3 സ്ഥാനക്കാർക്കും ഇനി അവശേഷിക്കുന്നത് 9 മത്സരങ്ങളാണ്. ലിവർപൂളിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ടോട്ടൻഹാം, എവർട്ടൺ, ആസ്റ്റൺ വില്ല എന്നിവരുമായെല്ലാം കടുത്ത മത്സരങ്ങളുണ്ട്. ആഴ്സണലിനും ആസ്റ്റൺ വില്ല, ചെൽസി, ടോട്ടൻഹാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എവർട്ടൺ എന്നീ വലിയ മത്സരങ്ങളാണ് ഇനി കളിക്കാനുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് പക്ഷേ ഇനി 9 മത്സരങ്ങളിൽ ടോട്ടൻഹാം മാത്രമാണ് വലിയ എതിരാളികളായി ഉള്ളത്. അതുകൊണ്ട് ഇനിയുള്ള വിജയ പരാജയങ്ങൾ 3 ടീമിന്റെയും കിരീട നേട്ടത്തെ ബാധിക്കും. ഗോൾ ഡിഫറൻസിൽ ആഴ്സണൽ ഏറെ മുന്നിലുമാണ്. ലിവർപൂളിനൊപ്പമുള്ള അവസാന സീസണാണ് ഇതെന്ന് യെർഗൻ ക്ലോപ്പ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കിരീട നേട്ടത്തോടെ ലിവർപൂൾ വിടാനാകും ക്ലോപ്പ് ഉദ്ദേശിക്കുന്നത്. ആഴ്സണൽ മാനേജർ മൈക്കിൾ അർട്ടേറ്റയ്ക്ക് ഇത് പകരം വീട്ടാനുള്ള ഒരു അവസരമാണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിലാണ് സീസണിൽ കിരീടം നഷ്ടമായത്. കഴിഞ്ഞ സീസണിൽ നഷ്ടമായത് ഇത്തവണ സ്വന്തമാക്കാനാണ് അർട്ടേറ്റയുടെ സംഘം ശ്രമിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടറിൽ ബയേണിനെ നേരിടാനുള്ളത് കൊണ്ട് കരുതലോടെ തന്നെയാണ് ആഴ്സണലിന്റെയും നീക്കം. മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണുകളിലെല്ലാം പിറകിൽ നിന്ന് കയറി വന്ന് അവസാന മത്സരത്തിലാണ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെപ് ഗോർഡിയോള ഇപ്പോഴും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇനിയൊരു മത്സരവും കൈവിടാതിരുന്നാൽ കിരീടം ഇത്തവണയും എത്തിഹാദ് സ്റ്റേഡിയത്തിൽ തന്നെ എത്തിക്കാമെന്ന് ബ്ലൂസ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതിനൊപ്പം ചാമ്പ്യൻസ് ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗ് മത്സരവും ബാക്കിയുണ്ട്.